ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ദൈവം എന്നെ പരിഗണിക്കുന്നു എന്നുള്ളത്. ദൈവം എന്നെ പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായി എന്നെ പരിപാലിച്ച് കൊണ്ട് നടക്കുന്നത്. പരിപാലിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നു എന്നല്ല. എനിക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് എന്നേക്കാളും നന്നായി അറിയുന്ന എൻ്റെ സൃഷ്ടാവായ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതും എൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അനുവദിച്ച് തരികയുള്ളൂ, അത് തരുന്നുള്ളൂ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള വിവേകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലാതെയും എൻ്റെ മനസ്സിലിരിപ്പ് കൊണ്ടല്ലാതെയും എൻ്റെ പിടിയിലല്ലാതെയും സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളൊരു പദ്ധതിയുടെ ഭാഗമാണ് എന്നും അത് സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിയില്ല എന്നും പിന്നീട് അത് തിരിച്ചറിയിച്ച് തരുമെന്നും അതുവരെ കാത്തിരിക്കാനുള്ള വിവേകം നമുക്കുണ്ടാവണം എന്നുള്ള തിരിച്ചറിവ്. ഇങ്ങനെയുള്ള കുറച്ച് തിരിച്ചറിവുകളാണ് ജീവിതത്തിൽ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്, മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എൻ്റെ ജീവിതത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ചാലകശക്തി എനിക്ക് തന്ന് ഒരു ദിവസം എനിക്ക് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് തന്ന ആ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദിവസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയണം. അപ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഈ പരിഗണന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നതെല്ലാം എപ്രകാരം അവഗണിക്കപ്പെട്ട മനുഷ്യർക്ക് പരിഗണന വന്നപ്പോൾ അവർക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവം അശരീരിയാണ്, ദൈവം അരൂപിയാണ്. അശരീരിയും അരൂപിയുമായിട്ടുള്ള ആ ദൈവത്തെ എല്ലാവർക്കും കാണാൻ കഴിയുന്നത് ഉൾക്കണ്ണ് തുറക്കുമ്പോഴാണ്. ഉൾക്കണ്ണ് തുറക്കാൻ ഭാഗത്തിന് അവരുടെ മുമ്പിൽ ശരീരത്തോടെയും രൂപത്തോടെയും പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാവും ദൈവം എന്നുള്ളത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആ ദൈവം തിരിച്ചറിയുന്നതുകൊണ്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ പരിഗണനയായിട്ട് വന്നത് എന്ന്. അങ്ങനെ പരിഗണിക്കപ്പെട്ടവരാണ് വിവാഹം കഴിച്ചയക്കപ്പെട്ടവർ, കിഡ്നി രോഗം മൂലമുള്ള ചികിത്സയ്ക്കായിട്ട് വിഷമിച്ച് ചികിത്സ കിട്ടാതിരുന്നവർ, ചികിത്സ കിട്ടിപ്പോയത്, പഠനം നിർത്തിപ്പോയവർ പഠനത്തിലേക്ക് തിരിച്ചു വന്നത്, ഭവനമില്ലാത്തവർ ഭവനം വെച്ച് കിട്ടിയത്, സ്വന്തമായ ഒരു സെൻറ്റ് ഭൂമിയുടെ പോലും ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വേദനിച്ചിരുന്നവർക്ക് 3 സെൻറ്റ് ഭൂമി കിട്ടിയത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പരിഗണനയിൽ കാണാൻ കഴിയും. അവഗണിക്കപ്പെട്ടത് കൊണ്ടാണ് അവർക്കതൊന്നും ലഭിക്കാതെ പോയത്. അത് നമ്മൾ അവർക്ക് ആർക്കും കൊടുത്ത ഔദാര്യമോ സൗജന്യമോ അല്ല, അത് അവരുടെ അവകാശമാണ്. അവർക്കത് ലഭിക്കാനായിട്ട് ദൈവം നമ്മുടെ കയ്യിൽ അത് നിക്ഷേപിച്ച് തന്നു. അത് നാം അത് കൊടുക്കാതിരുന്നപ്പോൾ നാം അനീതി പ്രവർത്തിക്കുന്നവരായി. അപ്പം നീതി പ്രവർത്തിക്കലാണോന്നുണ്ടെങ്കിൽ ഈ പ്രകാരം അവഗണിക്കപ്പെട്ടവർക്ക് പരിഗണന ലഭിക്കുമ്പോഴാണ് അവർക്ക് നീതി ലഭിച്ചെന്ന് പറയും. അങ്ങനെ ആ നീതി ലഭ്യമാക്കുന്നവനാണ് നീതിമാൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെയുള്ള നീതിമാന്മാരെയാണ് നല്ല മനുഷ്യരെന്നറിയപ്പെടുന്നത്. ആ നല്ല മനുഷ്യരായിരുന്ന ആ ആളുകളെക്കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് കേരളം ഈ ദിവസങ്ങളിൽ, ഇനി ഓണത്തിൻ്റെ നാളുകളിൽ പ്രത്യേകിച്ചും ചിന്തിക്കുന്നതും കടന്നു പോകുന്നതും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ പാകത്തിന് അവനവൻ്റെ സന്തോഷത്തിൻ്റെ പങ്ക് നമ്മൾ പകുത്തു നൽകുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.